വെറും കൈയോടെ ഒരാളിങ്ങെത്തി. എവിടെ? ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കാറിലുണ്ടോ? അത് പിന്നെ മറന്നുപോയല്ലേ? അമ്മേ, പൂജാമുറിയിൽ ഇരിക്കുന്നത് ഒരുപാട് പഴക്കമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം. അതുകൊണ്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ ഇയാളോട് പറഞ്ഞു. എന്നിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, കയ്യും വീശി. നിന്റെ തലക്കകത്ത് എന്താടാ ഉണ്ണി? തലക്കകത്ത് നിറയെ ഇപ്പൊ വേണ്ടാത്ത ചിന്തകളാ. കണ്ണേട്ടൻ വാരിക്കൊരു നമുക്ക് ഓരോന്ന് തരുമ്പോ ഇപ്പൊ കണ്ണേട്ടനെ സംശയിച്ചുകൊണ്ട് നടക്കുക ഇയാള്. എടാ എടാ, ദേ വെറുതെ അവനെ സംശയിച്ചേ അവന്റെ നീരസം ഉണ്ടാക്കാതെ അവന്റെ നിഴലായിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു വാങ്ങാൻ നോക്കടാ മണ്ട. അമ്മ ഇപ്പൊ പറഞ്ഞ വാക്കാ ഇങ്ങേർക്ക് ചേരുന്നത്. മണ്ടൻ, മരമണ്ടൻ. നിർത്ത്. ഞാൻ മണ്ടനാണോ ബുദ്ധിമാനാണെന്നൊക്കെ എല്ലാരും അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ പിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതോ? നിങ്ങളുടെ തലയ്ക്ക് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടാ. അല്ലെങ്കിലേ വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാതെ നിങ്ങൾ മടങ്ങി വരുമോ? നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെച്ച് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഒരു കാര്യം 1000 തവണ പറയണം, എന്നാലും രക്ഷയില്ല. അതാണോ അവസ്ഥ? മോളെ, പൈസ ചെലവാകുമെന്ന് കരുതിയായിരിക്കും ഇവൻ വാങ്ങാതിരുന്നത്. ആ, അതിനേ വഴിയുള്ളൂ. കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് ഒരു 2-3 മുഴം മുല്ലപ്പൂ പോലും അമ്മയുടെ മോൻ എനിക്ക് വാങ്ങിത്തരാറില്ല. ശരി. ആ, കണ്ണേട്ടൻ വന്നല്ലോ. വിഷുവായിട്ട് നല്ല ഭംഗിയുള്ളൊരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങി. ദാ നോക്ക്. അയ്യോ, ഇതുപോലൊരു വിഗ്രഹം വാങ്ങിക്കണമെന്ന് ഞാൻ കണ്ണേട്ടന്റെ പുന്നാരനിയനോട് പറഞ്ഞതാ. എന്നിട്ട് കൈയും വീശിക്കൊണ്ടാ അയാള് വന്നത്. ദേ നോക്ക്, ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ല തേജസ്സുള്ള വിഗ്രഹം കൊണ്ടാ കണ്ണേട്ടൻ വന്നിരിക്കുന്നെ. എന്റെ മനസ്സറിഞ്ഞതുപോലെ. ആ, അതിനകത്ത് വിഷു ഒരുക്കേണ്ടതെല്ലാം ഉണ്ട്. അയ്യോ, അതൊക്കെ ഞങ്ങള് വാങ്ങുമായിരുന്നല്ലോടാ. എന്നാലും ഞാനും വാങ്ങി. വിഷു അല്ലേ? അന്ന് രാവിലെ കണി കാണുമ്പോ അതിന് അതിൻ്റെതായ ഭംഗി വേണമല്ലോ. അതിപ്പോ മോള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നടാ, ഇത്തവണത്തെ വിഷുക്കണിയെ കഴിഞ്ഞ തവണത്തെക്കാളും നന്നായിരിക്കണമെന്ന്. അതൊരിക്കലും നന്നാവില്ല. എന്റെ ഭാര്യ ഒരുക്കുന്ന കണിയാ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിഷുക്കണി. കാണ്, ഇങ്ങനെയാ അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കണ്ണേട്ടന്റെ അനിയനായിട്ട് കണ്ണേട്ടന്റെ ഒരു ഗുണവും ഇങ്ങർക്ക് കിട്ടിയില്ലല്ലോ. പൈസ ചെലവാക്കുന്ന കാര്യം വന്നാ ഇവൻ പലതും മറക്കും, മനഃപൂർവ്വം. അത് നീ പറഞ്ഞത് സത്യം. അയ്യോ, ഇതുപോലൊരു പിശുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് അത്യാവശ്യം പൈസ സേവ് ചെയ്തത് നല്ലതാ. ഹോ, നിനക്ക് ജോലിയില്ലെങ്കിലും പൈസക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ. വെറുതെ പൈസ വാങ്ങിക്കുക, എന്നിട്ടും അത് കളയാൻ ബുദ്ധിമുട്ടാ. കിട്ടുന്നതിലൊരു 10-20% വീടിന് വേണ്ടി മുടക്കണം. സ്വന്തം ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടിയെങ്കിലും മാറ്റി വെക്കണം. ഇത്തവണ എന്റെ അച്ഛനും മുത്തശ്ശിക്കും പോലും ഡ്രസ്സ് വാങ്ങിത്തന്നത് കണ്ണേട്ടനാ. എനിക്കും അങ്ങനെ തന്നെയാ. അതെല്ലാ വർഷവും അത് തന്നെയാ മോളെ പതിവ്. ഇവനെ മനസ്സറിഞ്ഞ ആർക്കും ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അതായിപ്പോ എന്റെ സ്വഭാവം.